ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡീപൂളിൻ്റെ സ്ക്രാച്ച് ഔട്ട് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് വെച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ വരുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ, കാറയിലൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ചെറിയ ഇടവഴി കൂടെയൊക്കെ പോകി ചിലപ്പം കമ്പൊക്കെ തട്ടിപ്പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സ്ക്രാച്ചുകൾ, പെയിൻറ്റ് കട്ടായി പോകുന്ന സ്ക്രാച്ചുകളല്ല, അല്ലാതെ വരുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകളെല്ലാം നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു പേസ്റ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇത് ജസ്റ്റ് 100 രൂപയെ വരത്തുള്ളൂ ഇത്രയും ചെറിയൊരു ബോക്സിന്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വഴി കൂടെ പോയപ്പോഴത്തേന് എൻ്റെ കാറിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോഴും കാണാം പെയിൻറ്റ് കട്ടായേക്കുന്ന ഭാഗങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഇതിലെ പോയപ്പോൾ ഇങ്ങനെ ഒരു വര അങ്ങ് കുറേ സ്ക്രാച്ച് അങ്ങ് വീണ് പോയതായിരുന്നു ഈ ഭാഗം മൊത്തം. ഞാൻ ഇന്നലെ നൈറ്റ് ഈ സാധനം മേടിച്ച് യൂസ് ചെയ്തിട്ട് പറയാമെന്ന് ഓർത്തായിരുന്നു ഞാനിത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പാടൊന്നും കാണാൻ പറ്റത്തില്ല. ഈ ചെറിയ ചെറിയ പാടെന്ന് വെച്ചാൽ അത് പെയിൻ്റ് അകത്തോട്ട് പൊട്ടി കട്ടായി പോയതാണ്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഇവിടെ ഇങ്ങനെ കുറേ വരകളുണ്ടായിരുന്നു. അപ്പോൾ ആ വരകളെല്ലാം ഈ ഒരു പേസ്റ്റ് ജസ്റ്റ് ചുമ്മാ തേച്ച് കഴിഞ്ഞിട്ട് ഒരു തുണി വെച്ചിട്ട് പിടിച്ചങ്ങ് ഞാൻ ഉരച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് മൊത്തം സ്ക്രാച്ചുകളെല്ലാം പോയി. ഞാൻ ഓർത്ത് 100 രൂപേൻ്റെ സാധനമല്ലേ, വലിയ ഗുണമൊന്നും കാണത്തില്ലെന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് മേടിച്ചുകൊണ്ട് വന്നാൽ. പിന്നെ ഇങ്ങനത്തെ സ്ക്രാച്ചുകൾ പോകത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ബോഡീൻ്റെ അകത്തോട്ട് ബോഡിയെ പറഞ്ഞു പോയതാണ്. എന്നാലും ഞാൻ ഇപ്പം ട്രൈ ചെയ്യും. ഈ ബ്ലാക്ക് സ്പോട്ടുകളുണ്ടല്ലോ, ഈ ബ്ലാക്ക് സ്പോട്ട് പോകുന്നുണ്ട്. ഈ പെയിൻറ്റ് കട്ടായി പോയത് പോകത്തില്ല, എന്നാലും ഈ ബ്ലാക്ക് സ്പോട്ട് ചിലപ്പം പോയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു പേസ്റ്റാണ്. ഇതിന് ജസ്റ്റ് ഇച്ചിരി എടുത്താൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും എടുക്കണ്ട. ഇവിടെ നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമെങ്കിൽ തരിതരിപ്പ് ഫീൽ ചെയ്യും. ഇത് തുണി വെച്ച് അപ്ലൈ ചെയ്യുന്ന കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഇത്രയും കാണിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പോകും. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് തേക്കുക, നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ചെറിയ ചെറിയ തരിപ്പുണ്ട്, അതപ്പോൾ എനിക്ക് വന്ന് പെയിൻറ്റ് ചെറുതായിട്ട് കട്ടായിട്ടാണ് ഇത് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ ഇത് തൂത്തിട്ട് ഞാൻ നിങ്ങളെ ഈ റിസൾട്ട് കാണിച്ചു തരാം. കണ്ട കഴിച്ച് ഞാനത് ഇട്ട് തൂത്ത് കഴിഞ്ഞിട്ട് ഇത് പെയിൻറ്റ് കട്ടായി പോയ ഭാഗങ്ങളാണ്. ഇവിടെ ഇതിൻ്റെ മുമ്പേ കുറേ ബ്ലാക്ക് കളറിന് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം പെയിൻറ്റ് കട്ടായകത്ത് ബോഡിയിലോട്ട് കട്ടായി പോയതാണ്. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത എല്ലാം സാധനങ്ങൾ മാറി അങ്ങ് പൊക്കോളും. ഇതാണ് ക്ലിയർ ആയില്ലേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനിത് നിങ്ങളോടും ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡീപ്പ് സ്ക്രാച്ചസ്, പെയിൻറ്റ് കീറിപ്പോയത്, അല്ല ബോഡീൻ്റെ ആ ഭാഗം കീറിപ്പോയ, ഫൈബർ പാർട്ട് കീറിപ്പോയ ഭാഗമൊന്നും പോകത്തില്ല. എന്തെങ്കിലും ചെറിയ സുറിൽ മാർക്സ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്, ഇത് ഉറപ്പായിട്ട് പോവും. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ വണ്ടി ഈ കാറ് ഫുള്ളും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഉണ്ടായിരുന്ന എല്ലാം ഞാൻ മൊത്തം രാത്രി കൊണ്ട് കളഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ.